എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത് ഡീസൽ മാനുവൽ ആണ്, 2017 മോഡൽ. 17 ഡീസൽ മാനുവൽ. മൈലേജ് എത്ര കിട്ടും ഡീസലിൽ? മൈലേജ് ഒരു 17-18 എന്തായാലും കിട്ടും ലോങ്ങിലൊക്കെ. 2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വരിക. അതെ. നല്ല വണ്ടി, പവറും ഉണ്ട്, നല്ല മൈലേജും ഉണ്ട്. അപ്പോൾ ഒരു കാരവൻ തപ്പി നടക്കുന്നവർ ബെഡും എല്ലാം ഉണ്ട്, വാഷ്റൂമും. നിങ്ങൾ ലോങ് യാത്ര പോകുന്ന ആൾക്കാണെങ്കിൽ ഇതേമാതിരി അതിന് പറ്റിയ വണ്ടിയാണ്. വണ്ടിയുടെ മോഡൽ ഏതാ പറഞ്ഞത്? 2012 മോഡലാണ്. 12 മോഡലാണ്. അതെ, പക്ഷേ എത്രയാ? അത്രയും സ്റ്റൈലിഷ് ആക്കി വെച്ച വണ്ടിയാണ്. അതെ, അത്രയും അങ്ങനത്തെ ഗ്ലാസ് റൂട്ടിന്റെ പെയിന്റ്, 18 ഇഞ്ച് അലോയ്സ്, ഇന്റീരിയർ ഫുൾ റൂഫെല്ലാം ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. ഒരുപാട് വർക്ക് ചെയ്ത വണ്ടിയാണ്, മാട്രിക്സിലേക്ക് കൺവേർട്ട് ചെയ്ത വണ്ടിയാണ്. അടുത്തതാ ഒരു 7 സീറ്റർ. വെറും 7 സീറ്റർ അല്ല, ഡീസലാണ്. ഇപ്പം ഇറങ്ങുന്നില്ല, ഇപ്പം പെട്രോൾ വണ്ടി ഇറങ്ങുന്നത്. അപ്പോൾ ഡീസൽ 7 സീറ്റർ എന്ന് വെച്ചാൽ നല്ല മൈലേജ് ഉണ്ടാവും. ഒരു 17, 18, 19 നല്ല പവർ, 1.5 നല്ല പവറുമാണ്. പവറും മൈലേജ് ഉള്ള 7 സീറ്ററാണ്. പുതിയ ഇറങ്ങുന്നില്ല. ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പുതിയൊരാളെ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്താൻ പോവുകയാണ്. കോഴിക്കോട് തന്നെയാണ് ലൊക്കേഷൻ വരുന്നത്. ഹായ് ലുബൈസ് ഭായ്, സ്വാഗതം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മളെ പ്രേക്ഷകരുടെ മുന്നിലെത്തിക്കാണ് നിങ്ങളുടെ വാഹനങ്ങൾ. ഡീൽസ് അൺലിമിറ്റഡ് എന്നാണ് ഷോറൂമിന്റെ പേര്. എവിടെ വരുന്നത്? ലൊക്കേഷൻ എവിടെ വരുന്നത്? കോഴിക്കോട് നടക്കാവ്. നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്നത് അതിന്റെ അടുത്തായിട്ടാണ്. ലുലു മാളിന്റെ അടുത്ത് തന്നെയാണ് ഓഫീസ് വരുന്നത്. അപ്പോൾ വണ്ടികൾ എങ്ങനെ ഇവിടെ അവിടെ ആയിട്ട്? അവിടെ സ്പേസ് കുറവാണ്, ഇവിടെ ആയിട്ടുണ്ടാവും. പിന്നെ ഓഫീസിന്റെ അടുത്ത് ഒരു പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അവിടെ വരുന്ന പ്രേക്ഷകർ വിളിച്ചിട്ട് വരുമ്പോൾ നമുക്ക് അത് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. എവിടെയാലും ഏത് വണ്ടി അവർക്ക് വേണ്ടി വെച്ചാൽ വണ്ടിയുടെ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കാം. പിന്നെ വണ്ടീന്റെ ക്വാളിറ്റി എന്തായാലും യൂസ്ഡ് വാഹനങ്ങളാണല്ലോ, അത് ഉറപ്പ് വരണം. അതെങ്ങനെയാ നമ്മള് കമ്പനി ഇഷ്ടമുള്ള വണ്ടികളാണ്. പ്രഷർക്ക് വേണമെങ്കിൽ വണ്ടി ഇൻസ്പെക്ഷൻ എടുക്കാൻ ചെയ്യാലോ. ഒരു ഷോറൂമിൽ നോക്കി കറക്റ്റ് നോക്കിയിട്ട് എടുത്താൽ മതി. ഓക്കെ, നിങ്ങൾ ഏത് ഷോറൂമിൽ പോയിട്ട് വണ്ടി എടുത്താലും എവിടെ നിന്നായാലും നിങ്ങളുടെ സൈഡിൽ നിന്ന് കൂടി ഇൻസ്പെക്ട് ചെയ്യുക. അവർ നോക്കിയിട്ടുണ്ടാവും, എന്നാലും നിങ്ങളുടെ സൈഡിൽ നിന്ന് കൂടി ചെയ്താൽ അവർക്ക് ഗ്യാരേജിലോ അവർക്ക് അറിയുന്ന വർക്ക്ഷോപ്പിലോ, ഇപ്പോൾ ഇതിപ്പോൾ ഓടിയാണെങ്കിൽ ഓടിയിൽ ഷോറൂമിൽ പോയി അന്വേഷിക്കുക. ഇതിപ്പോൾ ടയോട്ടാണ്, ആ ഭാഗത്ത് തന്നെ ഒരുപാട് ഷോറൂം ഉണ്ടല്ലേ? നമ്മുടെ ലുലുവിന്റെ ഭാഗത്ത് തന്നെ ഒരുപാട് ഷോറൂം ഉണ്ടല്ലേ? അവിടെ ഒരുപാട് ഷോറൂംസ് ഉണ്ട്. അല്ല, അതില്ല പറഞ്ഞ ഗ്യാരേജ് ഇപ്പോൾ എടുക്കേണ്ട വണ്ടികൾ ഇപ്പോൾ പല വണ്ടികളുണ്ടല്ലോ. അപ്പൊ എടുക്കുന്ന ആളുകൾക്ക് ഏത് വണ്ടിയാ വെച്ചാൽ അവർക്ക് ആ ഷോറൂമിലോ അല്ലെങ്കിൽ അവർക്ക് ഉദ്ദേശിക്കുന്ന ഗ്യാരേജിലോ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. ഓക്കെ, എന്തായാലും പല വിധത്തിലുള്ള വണ്ടികളുണ്ട്, പ്രീമിയം ഉണ്ട്, ചെറുതുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാ സെഗ്മെന്റും ഉണ്ട്. നമ്മൾ ഡീൽസ് അൺലിമിറ്റഡ്. ഓക്കെ, അൺലിമിറ്റഡ് ഡീൽസ് ആണ്. എന്തായാലും നമുക്ക് കണ്ടുനോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊണ്ടുപോകും. പിന്നെ GST എമൗണ്ട് കുറഞ്ഞല്ലോ, കുറച്ച് കൊടുക്കാലോ? അത് തീർച്ചയായും. ഓക്കെ, എന്തായാലും നമുക്ക് കണ്ടുനോക്കാം പ്രൈസും കാര്യങ്ങളൊക്കെ. കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയിലോട്ട് പോകാം അല്ലേ? നമ്മുടെ ആദ്യ വാഹനം ഹോണ്ട സിറ്റിയാണ്. നല്ലൊരു സെഡാ കാറ്റഗറിയിൽ അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. ന്യൂ ഷേപ്പാണ്, KL 58 തലശ്ശേരി രജിസ്ട്രേഷനാണ്. ഫാൻസി നമ്പറാണ് അല്ലേ? ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽ? 2023 മോഡലാണ്. ഏറ്റവും ടോപ്പ് ആൻഡ് അഡാസ് വരെ വരുന്ന മോഡലാണ്. ZX ഓപ്ഷൻ ആണ്. പിന്നെ 23 ആണല്ലേ? ഇത് വന്നിട്ട് പിന്നെ ഈ ഇറങ്ങുന്ന സമയത്ത് 21 സംതിങ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് 1980 വരുന്നത് ഓൺ റോഡ് പ്രൈസ്. പുതിയ വണ്ടിക്ക് 19,80,000 രൂപ. ഇപ്പോഴത്തെ ആഫ്റ്റർ ഡിസ്കൗണ്ട് GST കഴിഞ്ഞിട്ടുള്ള പുതിയ വണ്ടീൻ്റെ ZX-ന് വരുന്നത് 19,80,000 രൂപയാണ്. ഓക്കെ, ബാക്കി കിലോമീറ്റർ 28,000 ഓടിയിട്ടുണ്ട്. 22 ഇപ്പോൾ സർവീസ് കഴിഞ്ഞാണ്. സിംഗിൾ ഓണർഷിപ്പാ? സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, ഒരു ക്ലെയിമില്ലല്ലോ? ഇല്ല, നോ ക്ലെയിം ആണ്. ഓക്കെ, കമ്പനി മെയിൻറ്റെയിൻ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. സർവീസ് എല്ലാം പ്രോപ്പർ ആണ്, വെൽ മെയിൻറ്റെയിൻ ആണ്. കമ്പനി ഏറ്റവും ടോപ്പിന്റെ വണ്ടിയാണ്. എല്ലാ ഫീച്ചേഴ്സും ടോപ്പിന്റെ ഹോണ്ട സിറ്റിന്റെ ഏറ്റവും ടോപ്പിന്റെ വേരിയന്റ്. ഓക്കെ, എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? ഞങ്ങൾ ചോദിക്കുന്നത് GST പ്രൈസ് ഒക്കെ വന്നിട്ട് 14,75 ചോദിക്കുന്നത്. 14,75,000 രൂപയ്ക്ക് ഏകദേശം ഒരു 5-5.25 മാറ്റം വന്നു കഴിഞ്ഞിട്ടുണ്ട്. സംസാരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും കുറച്ച് കൊടുക്കാം, ചെറിയ രീതിയിലൊക്കെ. നേരിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലും കുറച്ച് തരും പ്രൈസ്. എന്തായാലും നെഗോഷ്യബിൾ ആണ്. ഹോണ്ട സിറ്റി നോക്കുന്ന ഒരു കസ്റ്റമർക്ക് നല്ല വണ്ടിയാണ്, വെൽ മെയിൻറ്റെയിൻ ആണ്, ഒന്നും നോക്കാനില്ല. ഓക്കെ, 22,000 കിലോമീറ്റർ. ഓട്ടോമാറ്റിക് ആണ്, ഓട്ടോമാറ്റിക് പെട്രോൾ ആണ്. ഓക്കെ, ഓട്ടോമാറ്റിക് പെട്രോൾ ZX 2023 മോഡൽ സിറ്റിയാണ്. ഓക്കെ, ലോൺ ഒരു 13-13.5 കിട്ടും. ലോൺ കിട്ടും, മാക്സിമം കിട്ടും. നിങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കണ്ടോ ലോൺ? നമ്മൾ ബാങ്കായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കും. നമ്മളായിട്ട് ബാങ്കായിട്ട് കണക്ട് ചെയ്ത് നേരിട്ടിട്ട് ബാങ്കിന് ആളുകൾ കണക്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, അല്ലാതെ അവർ അറേഞ്ച് ചെയ്ത് വരേണ്ട ആവശ്യമില്ല അല്ലേ? അല്ലല്ല, ലോൺ നമ്മൾ ചെയ്ത് കൊടുക്കും. നമ്മൾ ഒരുപാട് ബാങ്കായിട്ട് ടൈപ്പ് ഉണ്ട്. അപ്പം അവർക്ക് ഏതാ താല്പര്യം വെച്ചാൽ അവരായിട്ട് കണക്ട് ചെയ്യും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകും. അടുത്തതാ ടൊയോട്ട ഗ്ലാൻസ് ആണ്. ഏറ്റവും ന്യൂ ഷേപ്പ് ഗ്ലാൻസാ.
KL 61 രജിസ്ട്രേഷൻ വരുന്ന വാഹനം. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്, വി ഓപ്ഷൻ ആണ്. ഓക്കെ. പിന്നെ വെറും 2000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഏതാ മോഡൽ? 2024 മോഡല്, പക്ഷേ 2025 രജിസ്ട്രേഷൻ ചെയ്തത്. 25 രജിസ്ട്രേഷൻ വരുന്നുണ്ടെങ്കിൽ 2028 വരെ കമ്പനി വാറണ്ടിയിൽ വാറണ്ടി. ആ ഹോണ്ട സിറ്റിയും 1 വർഷത്തെ വാറണ്ടി ഇനിയും ഉണ്ടാവും അല്ലേ? കമ്പനി വാറണ്ടി. ഓക്കെ. അപ്പോൾ 24 മോഡൽ 25 രജിസ്ട്രേഷൻ വെറും 2000 കിലോമീറ്റർ ഓടിയ ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ്. ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. 12 ലക്ഷം സംതിങ് വന്നോണ്ടിരുന്ന വണ്ടിയാണ്. ഇപ്പൊ ഡിസ്കൗണ്ട് ഇപ്പം GST കുറഞ്ഞിട്ട് 1160 വരുന്നത്. ഇപ്പൊ GST കഴിഞ്ഞിട്ടുള്ള വില 1160. 12 സംതിങ് വന്നോണ്ടിരുന്നു. 1265 ഉണ്ടായിരുന്നു വണ്ടി. 1265 ഉണ്ടായിരുന്നു. ഇപ്പൊ 1160. 1 ലക്ഷത്തിന്റെ മാറ്റം ഇപ്പൊ GST കുറഞ്ഞിട്ട് ഈ വണ്ടിക്ക് ഇപ്പൊ 1160 പുതിയ വണ്ടി ഇറങ്ങുന്നത്. ഇതും പുതിയ വണ്ടി തന്നെയാണ്. 24 മോഡൽ 25 രജിസ്ട്രേഷൻ നോക്കുന്ന ആൾക്ക് വെറും 2000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് നമുക്ക് എത്ര മാറ്റം ചെയ്ത് കൊടുക്കാം പുതിയ വണ്ടി? ആഫ്റ്റർ എല്ലാം കുറച്ചിട്ട് 990 കൊടുക്കാം. 9,90,000 9,90,000 അല്ലേ? ഏകദേശം ഒരു 1.5-1.60 റേഞ്ച് മാറ്റം വന്നിട്ടുണ്ട്. ടൊയോട്ട വണ്ടി റീസെയിലുള്ള വണ്ടിയാണല്ലോ. അതെ, ടൊയോട്ട മാരുതി ഓടിയിട്ടില്ല. അപ്പൊ ഞാനതാണ് പഴയ വണ്ടീന്റെയും പുതിയ വണ്ടീന്റെയും വില അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത്. നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വേണ്ട, അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. ഇതാണ് വില വ്യത്യാസം. അപ്പൊ ഈ ഒരു വണ്ടിക്ക് ഓട്ടം കുറവുണ്ടല്ലോ. 2000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അണ്ടർ വാറണ്ടിയിലേക്കാണ്. ബ്രാൻഡ് ന്യൂ പോലെ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ്. പൈസ കൊടുത്ത് വാങ്ങിയ നമ്പറാണ്. ഓക്കെ. അപ്പോൾ ആരെങ്കിലും അങ്ങനത്തെ വണ്ടികൾ ഇപ്പം നോക്കി നടക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എടുക്കേണ്ട വണ്ടികൾ അല്ലേ? അതെ, നല്ല കളറാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കാം. ലോൺ എത്ര കയറാൻ ചാൻസ് ഉണ്ട്? ലോണൊക്കെ ഒരു 8 lakhs ഒക്കെ മിനിമം കിട്ടേണ്ടതാണ്. പിന്നെ അതിന് മേലെ കയറും. സ്കോർ അനുസരിച്ചിരിക്കും. ഞാൻ ലോൺ എമൗണ്ട് പറയുന്നത് വെച്ചാൽ ചിലർക്ക് സിബിൽ സ്കോർ കുറവാകുമ്പോൾ നിങ്ങൾ അത്ര പറഞ്ഞില്ലെന്ന് പറയും. അപ്പം ലോൺ കിട്ടുന്ന ആസ് പെർ നിങ്ങൾക്കാണ് ലോൺ കിട്ടുന്നത്, വണ്ടിക്ക് എന്തായാലും കിട്ടുന്നതാണ് പറഞ്ഞത്. ഓക്കെ. ഇതിന് മൈലേജ് എത്ര കിട്ടുന്നുണ്ട് പൊതുവെ? മൈലേജ് 14-15 സിറ്റി റൈഡ് കിട്ടുന്നുണ്ട്. ആ ലോങ് ലൈനിലും കൂടുതൽ കിട്ടുന്നുണ്ട്. ഞാൻ എറണാകുളം പോയി വന്നിട്ടുണ്ട്. എറണാകുളത്തെ വണ്ടി എടുത്തിട്ടുണ്ടായത്. വരുന്ന സമയത്ത് നല്ല മൈലേജ് കിട്ടിയിട്ടുണ്ട്. അവിടുത്തെ ഡ്രൈവ് മാതിരിയാണ്. നമ്മൾ മൈലേജ് പറഞ്ഞിട്ട് അല്ല അതൊക്കെ അതെ അല്ല അതുകൊണ്ട് മൈലേജ് പറയാൻ മടിയാതാ. നമ്മള് ചില ആൾക്കാർ ഡ്രൈവ് പല മാതിരി ആയിരിക്കും. ഒരു ആക്സിലേഷൻ മാതിരി ഉണ്ടാവും മൈലേജ് വരുന്നത്. അടുത്ത വണ്ടിയിലേക്ക് പോകും. അടുത്തത് ഒരു ചെറിയ സെഗ്മെന്റിലേക്ക് വന്നിരിക്കുകയാണ് നമ്മൾ. അൾട്ടോ K10 ആണ്. KL 26 രജിസ്ട്രേഷൻ വരുന്ന വാഹനം. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2016 മോഡലാണ്. ഓൺലി 55,000 ഓടിയിട്ടുള്ളൂ. 55,000. സർവീസ് ഒക്കെ പ്രോപ്പറാ? പ്രോപ്പറാണ്. ഓക്കെ. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് സെക്കൻഡ് ആയിട്ടുണ്ട്. സെക്കൻഡ് ഓണർ. ഓക്കെ. നേരത്തെ 2 വണ്ടിയും സിംഗിൾ ഓണർഷിപ്പ് തന്നെ അല്ലേ? അതല്ല, സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇതിന് ആൾട്ടോ 2016 ആണല്ലോ. ഓക്കെ. സെക്കൻഡ് ഓണർഷിപ്പ് നോർമൽ ആണ്. 55,000 കിലോമീറ്റർ കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നല്ല വണ്ടി, നല്ല കളറാണ്. എന്തെങ്കിലും വർക്കോ ക്ലെയിമോ എന്തെങ്കിലും? ഒന്നുമില്ല, ഒന്നും സംഭവിച്ചില്ല അല്ലേ? നല്ല വണ്ടിയാണ്. നല്ല അടിപൊളി ഓടിച്ചു വന്ന വണ്ടിയാണ്. ഓക്കെ. വേറെ കാർ നോക്കാൻ സമയത്ത് ഈ വണ്ടി കണ്ടപ്പോ അങ്ങനെ കച്ചവടം ആക്കിയതാണ്. അങ്ങനെ K10 എങ്ങനെ ഒരു 18 മൈലേജ് കിട്ടും? മൈലേജ് ഉണ്ട്, അത്യാവശ്യം മൈലേജ്. 18 ലോങ്ങിൽ എന്തായാലും മൈലേജ് കിട്ടും. വണ്ടി നല്ല കണ്ടീഷനാണ്. നമ്മള് തിരുവനന്തപുരത്ത് ഓടിച്ചു വന്ന വണ്ടിയാണല്ലോ. തീർച്ചയായും നല്ല റേഞ്ചിനാണ് വരുന്നത്. അതെ. ഓക്കെ. എത്ര ഇനിയിപ്പോ ചോദിക്കുന്നത്? ഞങ്ങൾ ചോദിക്കുന്നത് 250. 2.5 ലക്ഷം അല്ലേ? 2016 55,000. മാറ്റം ചെയ്ത് കൊടുത്തുകൂടെ എന്തായാലും? ഓൺ ടേബിൾ ഇരിക്കുമ്പോൾ നമുക്ക് നെഗോസിയേഷൻ ചെയ്യാം. ഇതേതാ VXi ആണോ? VXi പവർ വിൻഡോസ് വരും, എല്ലാം വരുന്നുണ്ട്. ഓക്കെ. മാനുവലായിട്ട് വരുന്നുണ്ട്. 2.5 ചോദ്യമാണ്. നിങ്ങൾ ഓൺ ടേബിളിൽ ഇരുന്നാൽ എന്തായാലും കുറച്ച് 55,000 മോഡലാണല്ലോ. 55,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ലോൺ ഒരു 2 lakh കിട്ടും. കിട്ടും ഏകദേശം. ഓക്കെ. അടുത്ത വണ്ടി. അടുത്തത് ചെറുതിലൊരു ഓട്ടോമാറ്റിക് സെഗ്മെന്റ് ആണ്. റെനോ ക്ലൈംബർ ആണ്. എങ്ങനെ ഡീറ്റെയിൽ ഇത് വരുന്നത്? ക്ലൈംബർ 2022 മോഡലാണ്. ഡ്യുവൽ ടോൺ ആണ്. 28,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 22 മോഡൽ 28,000. 3 വർഷം കൊണ്ട്. അല്ല 3 സോറി 3 വർഷം കൊണ്ട്. 3 വർഷം കൊണ്ട്. അതെ. എന്തെങ്കിലും ക്ലെയിമോ റീപ്ലേസ്മെന്റോ? ഒന്നുമില്ല. വെൽ മെയിൻറ്റൈൻ ആണ്. സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. ഞങ്ങൾ ചോദിക്കുന്ന പുതിയനിപ്പോൾ എത്ര ഉണ്ട്? 7.12 വരുന്നുണ്ട് ഇപ്പോൾ. GST കഴിഞ്ഞിട്ട് 7.12 ഓൺ റോഡ് ഇപ്പോൾ വരുന്ന വില. ഓക്കെ. ഓൺ റോഡ് പ്രൈസ് ഇപ്പോൾ GST കഴിഞ്ഞ് പുതിയ വണ്ടിക്ക് വരുന്ന ഈ ഓട്ടോമാറ്റിക് ഡ്യുവൽ ടോൺ ആണ്. ഡ്യുവൽ ടോൺ തന്നെ നോക്കണം. 1 ലിറ്റർ ആണ്. 1 ലിറ്റർ ഡ്യുവൽ ടോൺ ആണ്. ക്ലൈംബർ 1 ലിറ്റർ വരുന്നത്. ഡ്യുവൽ ടോണിൽ 7.12 ആണ് GST കഴിഞ്ഞിട്ടുള്ള പുതിയ വണ്ടീൻ്റെ പ്രൈസ്. ഇത് നമ്മളിപ്പോൾ എത്ര ചോദിക്കുന്നത്? ഞങ്ങൾ 4 ലക്ഷം ചോദിക്കുന്നത്. 4 ലക്ഷം ചോദ്യമാണ്. കുറച്ച് കൊടുക്കാം. പിന്നെ ചെറിയ രീതിയിൽ ചെറിയ മാറ്റം ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇപ്പൊ ഇതിന് ചോദിക്കുന്നത് 4 ലക്ഷത്തിൽ ഓട്ടോമാറ്റിക് ലേഡീസിനൊക്കെ നല്ല ഓപ്ഷൻ പറ്റിയ വണ്ടിയാണ്. തീർച്ചയായും ഓപ്റ്റിയാൻ പറ്റിയെന്ന് വെച്ചാൽ സിറ്റി ഒരു വണ്ടി ഒതുക്കുള്ള വണ്ടിയാണ്, ഒരു കോമ്പാക്ട് വണ്ടിയാണ്. ഓക്കെ. അപ്പോൾ 4,50,000 രൂപയാണ് ഈ ഒരു 2022 മോഡൽ 1 ലിറ്റർ ക്ലൈംബർ, 1 ലിറ്റർ ഓട്ടോമാറ്റിക് ക്ലൈംബർ ഓട്ടോമാറ്റിക് MT വാഹനത്തിന് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം വിളിക്കാം. പുതിയ വണ്ടിക്ക് 7.12 ആണ് വരുന്നത്. ഓക്കെ. അപ്പോൾ ലോൺ ഒരു 4 ലക്ഷം വരെ കിട്ടും. കിട്ടും. ഒരു 50,000 രൂപ ഉണ്ടാ നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാം. അടുത്ത വണ്ടിയിൽ
ഒരു ചെറിയ ബഡ്ജറ്റിൽ കാറ് നോക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ മോഡലാണ് ഡാറ്റ്സന്റെ വണ്ടികൾ. ഡാറ്റ്സൺ ഗോ ആയാലും ഗോ പ്ലസ് ആയാലും റെഡി ഗോ ആയാലും ഏതായാലും റെഡി ഗോ ആയാൽ പിന്നെ ഞാൻ പറയില്ല, ഇതിനാണ് മാർക്കറ്റ് നല്ല വ്യത്യാസം വരുന്നത് അല്ലേ, ഗോയ്ക്കും ഗോ പ്ലസിനും. ഇത് KL13 രജിസ്ട്രേഷൻ വരുന്ന ഗോ ആണ്, 1.2 ലിറ്റർ 5 സീറ്റർ വരുന്ന വാഹനം. എങ്ങനെയാണ് ഡീറ്റെയിൽ? 2016 മോഡലാണ്, വെറും 54,000 ഓടിയിട്ടുള്ളൂ. 54,000. സർവീസ് ഉണ്ടോ? പ്രോപ്പർ സർവീസ് ഒക്കെ ഉള്ളത്. ഓക്കെ. ഇതിന്റെ സർവീസ് ഒരു നിസാനിലല്ലേ? നിസാനിലാണ്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പോയാൽ കിട്ടും. KL13 വണ്ടി. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പാ? സിംഗിൾ ഓണർഷിപ്പ്. ചെറിയൊരു വർക്ക് ഉണ്ടല്ലേ യാർഡിൽ നിർത്തിയ സമയത്തെ ഡോർ തന്ന സമയത്ത് ശരിയായി കൊടുക്കാം. ഫെൻഡർ ചെറുങ്ങനെ ഉള്ളിലേക്ക് ആയതാണ്. നിങ്ങൾക്ക് ഇന്ത്യൻ രജിസ്റ്റർ കാണിക്കുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ചെറിയൊരു നിവർത്തണം. ഡോർ തുറക്കുമ്പോൾ എന്തോ സംഭവിച്ചാണ്. വേറെ ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല, നല്ല വണ്ടിയാണ്. ഓക്കെ. 2016. ഇത് ഏതാ ഓപ്ഷൻ? ടി ഓപ്ഷൻ ആണ്. ഓക്കെ. എന്താ പറയുക, പവർഫുൾ വണ്ടി തന്നെയാണ്. നമ്മൾ സ്വിഫ്റ്റ്, ടിയാഗോ ഇതൊക്കെ കൊണ്ടു നടക്കുന്ന പോലെ തന്നെ കൊണ്ടു പറ്റിയ വണ്ടിയാണ്. പവറുള്ള വണ്ടിയാണ്. അതാ പറഞ്ഞത്. നല്ല സ്പേസും ഉണ്ടാവും. സ്പേസും ഉണ്ട്. മൈലേജും ഒരു 12-15 റേഞ്ചൊക്കെ മൈലേജ് കിട്ടും അല്ലേ. അടുത്തതാ അടിപൊളി ഒരു ഓഡി A6 ആണ്, ബ്ലൂ കളർ. അഡീഷണൽ ആയിട്ട് കിറ്റ് കാര്യങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട്. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2014 മോഡലാണ്. റീ വണ്ടിയാ? റീ ആയതാണ്. ഓക്കെ. കേരള നമ്പർ ആയി കഴിഞ്ഞോ? അല്ല, പോണ്ടിച്ചേരി രജിസ്റ്റർ ചെയ്ത്. എൻ്റെ ഫ്രണ്ടിന് അവിടെ കമ്പനി ഉണ്ട്, അപ്പം അവരുടെ പേരിൽ കമ്പനി രജിസ്റ്റർ ചെയ്താണ്. ഓക്കെ. വണ്ടി അത്രയും ഇന്റീരിയറും എക്സ്റ്റീരിയറും വണ്ടി നന്നാക്കിയ വണ്ടിയാണ്. 2014 മോഡലാണ്. 14 മോഡൽ. സോറി, ഓഡി A6 PY നമ്പർ ആയി കഴിഞ്ഞ വാഹനമാണ്. അത്രയും സ്റ്റൈലിഷ് ആക്കി വെച്ച വണ്ടിയാണ്. അത്രയും അങ്ങനത്തെ ഗ്ലാസ് റൂട്ടിന്റെ പെയിന്റ്, 18 ഇഞ്ച് അലോയ്സ്, ഇന്റീരിയർ ഫുൾ റൂഫെല്ലാം ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. ഒരുപാട് വർക്ക് ചെയ്ത വണ്ടിയാണ്, മാട്രിക്സിലേക്ക് കൺവേർട്ട് ചെയ്ത വണ്ടിയാണ്. അത്യാവശ്യം എമൗണ്ട് കയറ്റിയിട്ടുണ്ട്. അത്യാവശ്യം ഒരു അബോ 20 lakhs മേലെ കോസ്റ്റ് വരുന്ന വണ്ടിയാണ്. നമ്മൾ പാസ് ചെയ്യണ 15 lakhs ആണ്, നെഗോഷിയേറ്റ് ചെയ്യാം. ഫുൾ കാർ ഇൻഷുറൻസ് ഉണ്ട്. നല്ല വെൽ മെയിൻറ്റൈൻ വണ്ടിയാണ്. 95,000 ആകെ ഓടിയിട്ടുള്ളൂ. 95,000 A6 ആണ്. A4ന്റെ വിലയായിട്ടൊന്നും കമ്പയർ ചെയ്യരുത്. അതെ, മാറി. അല്ല, വണ്ടിയും അങ്ങനത്തെ വണ്ടിയാണ്. അങ്ങനത്തെ ഒരു നിങ്ങളൊരു സ്പെസിഫിക് ആയിട്ടുള്ള വണ്ടിയാണ്. അങ്ങനത്തെ കളറാണ്, അങ്ങനത്തെ വീലാണ്. തീർച്ചയായും പവർഫുൾ വണ്ടിയാണ്. 2015 സോറി 14 ആണ്. 2014 മോഡൽ. 15 ലക്ഷം ചോദിക്കുന്നത്. 15 ലക്ഷത്തിന് എടുക്കുന്ന കസ്റ്റമർക്ക് പ്രോഫിറ്റാ. അത്രയും സംഗതികൾ ഈ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. ലിമിറ്റഡ് വണ്ടി. അപ്പൊ സാധാരണ നോർമൽ A6-നെക്കാട്ടിയും അതിന് കൊടുക്കണം 10 lakhs, നിയർ ബൈ 10 lakhs to 12 lakhs വരും ഈ ഒരു മോഡല്. ഡൽഹിയിൽ വില കുറച്ച് കിട്ടുന്നുണ്ട്, അത് നമുക്ക് അതിൻ്റെ ഇത് പറയാൻ പറ്റില്ല. ഇവിടുത്തെ വണ്ടികളുടെ കാര്യം പറയണത്, അതിൽ തന്നെ ഈ വണ്ടിക്ക് ഇത്രയും പെയിന്റിങ്, ഫുൾ കോട്ട് പെയിന്റിങ് എല്ലാം ചെയ്തിട്ടുണ്ട്. ലിമിറ്റഡ് വണ്ടിയാണ്. ഞങ്ങളെ വണ്ടി ഇവിടെ കൊണ്ടുവച്ചാൽ ആള് നോട്ടിഫൈ ചെയ്യും. അത്രയും നല്ല വണ്ടി, ഫാൻസി നമ്പറാണ്. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു പ്രൈസ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് എന്തായാലും താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കാം. നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, ഡൽഹി പോയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത്രയും വർക്ക് അഡീഷൻ നിങ്ങൾ ചെയ്യണം. ചെയ്യുമ്പോൾ ഇതിന് കോസ്റ്റ് വരും. ഓക്കെ. അപ്പോൾ ഇതിപ്പോ പോണ്ടിച്ചേരിയാണ്, അപ്പൊ മാഹിക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റില്ല. മാഹിക്കാർക്ക് ഉപയോഗിക്കാം. ഇനിയിപ്പം നെയിം ട്രാൻസ്ഫർ നമ്മൾ ചെയ്ത് കൊടുക്കണം, ചെയ്ത് കൊടുക്കാം. ഓക്കെ. കിലോമീറ്റർ എത്രയാ പറഞ്ഞത്? 95,000. 95,000. പ്രോപ്പർ സർവീസ് കമ്പനി മെയിൻറ്റെയിൻ ആണ്. ഇത് ഓഡിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. അത് ശരി. ഓഡിയിൽ ഉണ്ടായ വണ്ടിയായിരുന്നു. കമ്പനി സർവീസ് ഉള്ള വണ്ടി അങ്ങനെ എടുത്തതാണ്. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് പോവാം. അടുത്തതാ ഒരു 7 സീറ്റർ. വെറും 7 സീറ്റർ അല്ല, ഡീസലാണ്. ഇപ്പം ഇറങ്ങുന്നില്ല, ഇപ്പം പെട്രോൾ വണ്ടി ഇറങ്ങുന്നത്. അപ്പോൾ ഡീസൽ 7 സീറ്റർ എന്ന് വെച്ചാൽ നല്ല മൈലേജ് ഉണ്ടാവും. ഒരു 17, 18, 19 നല്ല പവർ. 1.5 നല്ല പവറുമാണ്. പവറും മൈലേജ് ഉള്ള 7 സീറ്റർ ആണ്. പുതിയ ഇറങ്ങുന്നില്ല, അതുകൊണ്ട് ഇപ്പം ഇതിന്റെ പുതിയ വിലയായിട്ട് കമ്പയർ ചെയ്യുന്ന കാര്യമില്ല, അർത്ഥമില്ല. അല്ല, അങ്ങ് ഇറങ്ങുമ്പോൾ 15 സംതിങ് 15-60 വരുന്ന വണ്ടിയാണ്. ഓക്കെ. ഇതിപ്പോൾ KL76 രജിസ്ട്രേഷൻ ആണ്. നന്മണ്ട, കോഴിക്കോട് ജില്ല. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2024 മോഡലാണ്. പ്രീമിയം 7 എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ടോപ്പൻ്റെ അല്ലല്ല, പ്രീമിയം 7 എന്ന് പറഞ്ഞാൽ ഒരു എൻട്രി സെക്കൻഡ് ഓപ്ഷൻ ആയി വരുന്നത്. സെക്കൻഡ് ഓപ്ഷൻ. ടോപ്പിന്റെ അടുത്ത് വേറെ വണ്ടി കൊണ്ട് കാണിക്കാം. അത് പ്രസ്റ്റീജ് പ്ലസ് എന്ന വണ്ടിയാണ്. അത് 2023 ആണ്. ഇതിലെന്തൊക്കെ ഫീച്ചേഴ്സ് വരും? ഇതില് ബേസിക് ആണെങ്കിൽ പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, AC, സ്പ്ലിറ്റ് ബാക്കിൽ AC എല്ലാം വരുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ ചെയ്തത് ഇതിൽ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട് വിത്ത് റിവേഴ്സ് ക്യാമറ. അലോയ്സ് വരുന്നില്ല? ഇല്ല, കമ്പനി വരുന്ന അല്ലല്ല, അലോയ്സ് മാതിരിയുള്ള തന്നെയാണ്.
ഓക്കെ. അപ്പോൾ ഒരു ബ്ലാക്ക് കളർ മോഡലാണ്. ലോണൊക്കെ എടുക്കുന്ന കസ്റ്റമർക്കൊക്കെ ആണെങ്കിൽ പുതിയ ഡീസൽ വണ്ടി നോക്കുകയാണെങ്കിൽ നല്ല ലോണും കിട്ടും. അപ്പോൾ ഇപ്പോൾ വാറണ്ടി 27 വരെ ഉണ്ടോ? ഉണ്ട്. ഓക്കെ, 27 വരെ 24 കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനമാണ്. ആകെ 22,000 ഓടിയിട്ടുള്ളൂ. 22,000 മാത്രം ഓടിയ വണ്ടി, 24 മോഡല്. സെക്കൻഡ് ഓപ്ഷനാണ് ബേസിന് തൊട്ട് പ്രീമിയം 7 കുറെ വേരിയന്റ് ഉണ്ട് കിയയിലൊക്കെ. അപ്പൊ അങ്ങനെ പറയുമ്പോൾ കുറേ ഉണ്ട്. പ്രീമിയം 7 എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഒരു ക്ലെയിം വർക്കൊന്നുമില്ല? ഇല്ല, ഒന്നുമില്ല. ഒരു ഫുൾ സർവീസ് ഉണ്ട്. അണ്ടർ വാറണ്ടിയിൽ നിൽക്കുന്ന വണ്ടിയാണ്. 7 സീറ്റർ വിത്ത് മൈലേജ് നോക്കുന്നവരുണ്ടെങ്കിൽ പവറും മൈലേജും. അതെ. എത്ര കൊടുക്കാം നമുക്ക്? ഞങ്ങള് ഒരു 12,000 ലാസ്റ്റ്. 12,50,000. പിന്നെ നമുക്ക് കസ്റ്റമർ വരുമ്പോൾ എന്തെങ്കിലും മാറ്റം ചെയ്ത് കൊടുക്കാം. അതെ. ഇതിന്റെ വില അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ ഇത് നോക്കി നടക്കുന്നവരുണ്ടെങ്കിൽ അവർ ഇതെടുക്കും. അതെ, 7 സീറ്റർ ഇങ്ങനെ നോക്കുന്ന ആൾക്ക് നല്ല ഓപ്ഷനാണ്. നല്ല പവറാണ്, ഒരു കോമ്പാക്ട് വണ്ടിയാണ്. ഇപ്പൊ ഇന്നോവയ്ക്ക് ഇതിലേക്ക് പോകുമ്പോൾ നല്ല പ്രൈസ് കൊടുക്കണ്ടേ. ഓക്കെ. അപ്പോൾ പുതിയതിലിപ്പോൾ പെട്രോൾ മാത്രമേ ഇറങ്ങുന്നുള്ളൂ. പെട്രോൾ വേരിയന്റ്. പെട്രോൾ. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കാം. ലോൺ ഒരു 11-11.5 കിട്ടും. ഒരു 1 ലക്ഷം കണ്ട് ഇറക്കാൻ പറ്റില്ല. വീണ്ടും നമ്മളൊരു പ്രീമിയം കാറ്റഗറിയിൽ തിരികെയാണ്. ജീപ്പ് കോമ്പസ് ആണ് വാഹനം. KL 11 കോഴിക്കോട് വണ്ടിയാണ് അല്ലേ? എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ഇത് ഡീസൽ മാനുവൽ ആണ്. 2017 മോഡല്. 17 ഡീസൽ മാനുവൽ. മൈലേജ് എത്ര കിട്ടും ഡീസലിൽ? മൈലേജ് ഒരു 17-18 എന്തായാലും കിട്ടും. ലോങ്ങിലൊക്കെ? ലോങ്ങില് 2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വരിക. അതെ അതെ അതെ. നല്ല വണ്ടി. പവർ നോക്കുക, പവറും ഉണ്ട്, നല്ല മൈലേജും ഉണ്ട്, സേഫ്റ്റി ഉണ്ട്. അതെ. ഇത് ഡീസൽ മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. 2017. ഇത് ഒരാളെന്നെ ഉപയോഗിച്ചത് ലോൺ ഇടാൻ വേണ്ടിയിട്ട് സെക്കൻഡ് ഓണർഷിപ്പിലേക്ക് മാറിയതാണ്. ജസ്റ്റ് പേര് പറയാം. പുള്ളി തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കമ്പനി മെയിൻ്റെയിൻ ആണ്. 82 ഇപ്പോൾ സർവീസ് കഴിഞ്ഞാണ്. 86,000 കിലോമീറ്റർ ആയി. 86,000 ഇപ്പോൾ ഓടി. 82 സർവീസ് കഴിഞ്ഞാണ്. 15,000 കിലോമീറ്റർ ഓടുമ്പോൾ ചെയ്യാം അല്ലേ? 10,000 ഇത് വരും ജീപ്പ് 10,000 1 ഇയറിൽ. ഓക്കെ ഓക്കെ. അപ്പോൾ അത് 92,000 സർവീസ് വരാം. ഓക്കെ. അതുപോലെ കമ്പനി മെയിൻ്റെയിൻ തന്നെ, എല്ലാം കമ്പനി സർവീസ് തന്നെയാണ്. ഓക്കെ. ഇതേത് ഓപ്ഷൻ? ഇത് ലോഞ്ചിറ്റ്യൂഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞ വണ്ടിയാണ്. ലോഞ്ചിറ്റ്യൂഡ് ഓപ്ഷൻ. അതിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരും, എലോയ്സ് വരും, പിന്നെ ഇലക്ട്രിക് ഹാൻഡ് ബ്രേക്ക് വരും. ഒരു സ്വിച്ചിൽ ഹാൻഡ് ബ്രേക്ക് ഇടാം. അതെ അതെ അതെ. ഓക്കെ, വലിക്കേണ്ട ആവശ്യമില്ല. അതെ അതെ. ഓക്കെ, ഇലക്ട്രിക് ഹാൻഡ് ബ്രേക്ക്. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. ഉണ്ട്. അതെ. DRL ഇതൊക്കെ ലിമിറ്റഡിൽ വരുന്ന അതേ ലൈറ്റ് തന്നെയാണ് വരുന്നത്. ഓക്കെ. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? നമ്മളിതൊക്കെ റേറ്റ് മാക്സിമം കുറച്ച് കൊടുക്കാനുള്ളതില്ല. അങ്ങനത്തെ പ്രൈസ് നോക്കുക. 750 ഫൈനൽ കൊടുക്കാം. 7,50,000. 7,50,000 രൂപയ്ക്ക് 2017 സിൽവർ കളർ 2017 ഡീസൽ ലോഞ്ചിറ്റ്യൂഡ് ഓപ്ഷൻ വരുന്ന ഈ ഒരു ജീപ്പ് കോമ്പസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. മൈലേജും പവറും ഉള്ളൊരു വണ്ടി നിങ്ങൾ നോക്കി നടക്കുന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ വണ്ടിയാണ്. 7.5. എന്തെങ്കിലും പ്രൈസ് മാറ്റം വരുത്തി കൊടുക്കാമോ? മാക്സിമം കുറച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കസ്റ്റമർ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം? ഒരു 1 ലക്ഷം കണ്ട് ഇറക്കി കൊടുക്കുക. അത്രയൊക്കെ ലോൺ കിട്ടും. 2017 മോഡലായതുകൊണ്ട് ലോണെല്ലാം കിട്ടും. ഓക്കെ. അടുത്തത് ടാറ്റ പഞ്ച്, ഒരു കോമ്പാക്ട് SUV സെഗ്മെന്റ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ്. KL 47 രജിസ്ട്രേഷനാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2022 മോഡലാണ്. പ്യുവർ ഓപ്ഷൻ ആണ്. മാനുവൽ ട്രാൻസ്മിഷൻ. പ്യുവർ ആണ് ഓപ്ഷൻ അല്ലേ? 22 മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. ഓട്ടം 57,000 കിലോമീറ്റർ. 57 ഓടിയിട്ടുണ്ട്. ഓക്കെ. ക്ലെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. ഓടിയിട്ടുള്ള കറക്റ്റ് കമ്പനി സർവീസ് തന്നെയാണ്. കുറച്ച് ഓട്ടം പോയിട്ടുണ്ട്, പക്ഷേ പ്രോപ്പർ സർവീസ് ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പാ? സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. ഓക്കെ. 2022 പ്യുവർ. നമുക്ക് എത്ര കൊടുക്കാം ഇത്? ഇത് ഇപ്പം GST വില കുറഞ്ഞുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ പെട്ടിരിക്കുന്ന വണ്ടി അതൊക്കെ ഒരു GST ഇപ്പൊ എത്ര കുറഞ്ഞ്? GST കുറഞ്ഞപ്പോ ഓൺ റോഡ് 6,70,000 വരുന്ന വണ്ടിക്ക്. പ്യുവറിനല്ല? പ്യുവറിന് ഓൺ റോഡ്. ഇപ്പോൾ ഓൺ റോഡ് വരുന്നത് 6,70,000 രൂപയാണ് ഈ വണ്ടിക്ക്. ഇതിനിപ്പോ എത്ര കൊടുക്കാം നമുക്ക്? നമ്മളൊരു 495 കിട്ടണം, അല്ലെങ്കിൽ ഒരുപാട് പൈസ പെട്ടിരിക്കല്ലേ? 4,95,000 ഇപ്പൊ ചോദിക്കുന്നത്. 2022 പ്യുവർ നോക്കിയിട്ട് കൊടുക്കാം. ഓപ്ഷനാണ്. 2022 മോഡലാണ്. വണ്ടി മെയിൻറ്റെയിൻ ഒക്കെ കറക്റ്റ് ആണ്. ഓടിക്കാനൊക്കെ നല്ലതുള്ള വണ്ടിയാണ്. ഓക്കെ. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എന്തായാലും വിളിക്കാം. ലോൺ ഒരു 4 ലക്ഷം എന്തായാലും കിട്ടും. കയറും. അടുത്ത കിയ കാരൻസ് വൈറ്റ് കളറാണ്. സെയിം നേരത്തെ കണ്ട ഡീസൽ തന്നെ, സെയിം ഓപ്ഷൻ. സെയിം ഓപ്ഷൻ കൂടിയില്ലേ? ഇത് പ്രസ്റ്റീജ് പ്ലസ് ആണ്. ഓക്കെ. ഓപ്ഷൻ കൂടും. ഏറ്റവും കൂടിയ മോഡലാണ് ഇതിന്റെ. പിന്നെ മാനുവലാ? ഡീസൽ മാനുവൽ 1.5 തന്നെ. 1.5 തന്നെ ഡീസൽ മാനുവൽ. KL 27 രജിസ്ട്രേഷൻ വാഹനമാണ്. 7475. ഓക്കെ. അപ്പോൾ ഏതാ മോഡല്? ഇത് 2023 മോഡലാണ്. ഡീസൽ മാനുവൽ. 34,000 ഓടിയിട്ടുള്ളൂ. അണ്ടർ വാറണ്ടി ആണ്. സർവീസ് ഒക്കെ ഇപ്പോൾ റീസെന്റ് കഴിഞ്ഞാണ്. ഓക്കെ. 26 വരെ കമ്പനി വാറണ്ടി തന്നെ നിൽക്കുമായിരിക്കും. സർവീസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ ഇതിനാണ് അലോയ്സും അങ്ങനത്തെ ഒരുപാട് ഫീച്ചേഴ്സ് സ്റ്റാർട്ട്, ആൻഡ്രോയിഡ് സെറ്റ്, ആപ്പിൾ പ്ലേ എല്ലാം വരുന്നുണ്ട്. എല്ലാം വരുന്ന വേരിയന്റ് ആണ്. ഇതിൽ വേറെ വർക്കൊന്നുമില്ലല്ലോ? ക്ലെയിമോ വർക്കൊന്നും? ഒരു ക്ലെയിമില്ല. നല്ല ക്ലെയിം ഉണ്ട്. അപ്പോൾ 2 ഡീസൽ വണ്ടിയുണ്ട്, ബ്ലാക്കും വൈറ്റും. താല്പര്യം വിളിക്കാം. നമുക്ക് എത്ര കൊടുക്കാം?
1475 വരുന്നത് ടോപ്പ് എൻഡ് വേരിയന്റ് ആയതിനെ കൊണ്ട് പിന്നെ അത്ര ഓടിയിട്ടും ഉള്ളൂ. മറ്റേ 12.5 ആയിരുന്നു, ഇത് 1475. വേരിയന്റ് കുറയും, അതാണ് ആ വ്യത്യാസമാണ് പറഞ്ഞത്. വൈറ്റ് കളറാണ്. പിന്നെ ഡീസൽ ഇപ്പൊ ഇറങ്ങുന്നില്ല, അതെ അതൊരു മെയിൻ ഹൈലൈറ്റ്. GST കുറഞ്ഞിട്ടൊന്നും ഡീസൽ ഇറങ്ങുന്നില്ല. ഡീസൽ നോക്കുന്നവരുണ്ടെങ്കിൽ അതുകൊണ്ട് ആ വില എടുത്ത് പറയാത്തത് GST. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. 1475 വേണമെങ്കിൽ 1475 ഇപ്പോൾ വരുന്ന ആൾക്ക് രണ്ട് വണ്ടി കമ്പയർ ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ ആ ഒരു ഡിഫറൻസ് പ്രൈസ് എന്തൊക്കെ നമുക്ക് കുറച്ചുകൊണ്ട് മാക്സിമം കുറച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കച്ചവടത്തിലേക്ക് വരുമ്പോൾ ലോൺ സൗകര്യം എത്ര കയറാൻ ചാൻസ് ഉണ്ട്? അതൊക്കെ എന്തായാലും ഒരു 13-14 ഒക്കെ ഇതിന് കിട്ടേണ്ടതാണ്. ലോൺ വേണമെങ്കിൽ ലോൺ പറയാത്ത ചിലവർക്ക് സിബിൽ സ്കോർ കുറവ് ലോൺ കിട്ടൂല. അപ്പൊ അവര് പറയും നിങ്ങൾ പറഞ്ഞല്ലാരും. അപ്പം നല്ല സ്കോർ അതിപ്പോ എല്ലാവർക്കും അറിയുന്ന പിന്നെ എമൗണ്ട് പറയാത്ത ഒരു 80% 90% ഒക്കെ എന്തായാലും കിട്ടും. വണ്ടി കിട്ടും. വണ്ടി കിട്ടും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. മാരുതി സുസുക്കി ഇഗ്നിസ് ആണ് അടുത്ത വാഹനം. KL 71 രജിസ്ട്രേഷൻ ആണ്. 2024 മോഡലാ. 23 മോഡലാണ്, 24 രജിസ്ട്രേഷൻ വരുന്നത്. ഓക്കെ, 24 ഓപ്ഷൻ ആണ്. ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ് വരില്ല, ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരും. ടോപ്പിലേക്ക് വരുമ്പോൾ ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. 20,000 സംതിങ് ഓടിയിട്ടുള്ളൂ. 20,000 22 ഓടിയിട്ടുണ്ട്. 22,000 ഓക്കെ. 24 എന്ന് പറയുമ്പോൾ 27 വരെ വാറണ്ടി ഉണ്ടോ? അണ്ടർ വാറണ്ടിയുള്ള വണ്ടിയാണ്. ഓക്കെ, കമ്പനി വാറണ്ടി തന്നെ 27 വരെ. സീറ്റ് ആണ്. 22,000 കിലോമീറ്റർ ഓടിയ വണ്ടി. പുതിയതിന്റെ വിലയും പുതിയതിന്റെ വില 770 ഇപ്പൊ കാണിക്കുന്നത്. GST കഴിഞ്ഞിട്ടുള്ള പ്രൈസ് 770 ആണ്. സീറ്റൊക്കെ മാനുവൽ സീറ്റാ 770. പഴയന് സോറി ഇതിപ്പോ ഞങ്ങൾ 6 ലക്ഷം കിട്ടിയാൽ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. 6 lakhs ബിഫോർ GST എടുത്തതാണ്. ഓക്കെ, പിന്നെ കസ്റ്റമർ വന്നാൽ നമുക്ക് മാക്സിമം ചെയ്യാം. 6 lakhs എന്തായാലും ഫൈനൽ നമ്മൾ ചോദിക്കണം ഏകദേശം. ഫൈനലാണ്. അതെ, മാരുതി വണ്ടി അറിയാലോ റീസെയിൽ വാല്യൂ എത്ര. സ്വിഫ്റ്റും കാണിക്കാത്തതുകൊണ്ട് ആൾക്കാർ വില പറയുമ്പോൾ തെറ്റിദ്ധരിക്കും. 2019 ഉണ്ട്, 20 ഉണ്ട്, 22 ഉണ്ട്, 23 ഉണ്ട്. സ്വിഫ്റ്റ് വൈറ്റ് ഉണ്ട്, റെഡ് ഉണ്ട്, ഗ്രേ കളർ ഉണ്ട്. ഓക്കെ, അപ്പൊ മാരുതി വണ്ടിയെ നമ്മളും അധികം ഇങ്ങനത്തെ വണ്ടി പറയുമ്പോ ആൾക്കാർ പുതിയ വണ്ടി കമ്പയർ ചെയ്യുമ്പോൾ ലെസ് പ്രൈസ് അല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്വിഫ്റ്റ് വേണമെന്നുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാം. ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. ഇതുകൊണ്ടാണ് ഓട്ടോമാറ്റിക് വേരിയന്റും ഉണ്ട്. വില പറയുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കേണ്ട വെച്ചിട്ടാണ്. സെയിം ഓപ്ഷൻ തന്നെ പെട്രോൾ ഓട്ടോമാറ്റിക്കും റെഡി ഉണ്ട്. അപ്പോൾ ഇത് 6 ലക്ഷം ഫൈനലാണ് പറയുന്നത്. 2024 മോഡൽ. 4 ഇറങ്ങിയത്, 23 മോഡൽ, 24 രജിസ്ട്രേഷൻ വരുന്ന ഈ ഒരു ഇഗ്നിസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോൺ ഒരു 5 lakhs ഒക്കെ എന്തായാലും കിട്ടും. 5 lakhs ഇപ്പോൾ കിട്ടും. ഇത് മാരുതി വണ്ടിയാണ്ട് ലോൺ എന്തായാലും കിട്ടും. ഒരു 17-18 മൈലേജ് കിട്ടും. നല്ല വണ്ടിയാണ്. നല്ല സിറ്റിയിലൊക്കെ നല്ല പവറുമാണ്. അത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റി ഉള്ള വണ്ടി. അടുത്ത വണ്ടിയിലേക്ക്. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പല വെറൈറ്റി ഉണ്ട്. ഇത് ആ ഒരു വെറൈറ്റി ആണ്. ഇത് കാരവനാണ്. ഒരു കാരവൻ അല്ലേ? അതെ. ഓക്കെ, ഇത് ഏതാ കമ്പനി ഏതാ? ഇത് ഫോഴ്സിന്റെ വണ്ടിയാണ്. 10 സീറ്റിൽ വരുന്ന വണ്ടിയാണ്. പക്ഷെ ഇപ്പം ബെഡ്, 2 റിക്ലൈൻ ചെയർ, AC, TV, ബാത്റൂം, വാഷ്റൂം എല്ലാം വർക്കിംഗ്. എല്ലാം വർക്കിംഗ്. ഇത് ഓജസ് കസ്റ്റമൈസ് ചെയ്ത വണ്ടിയാണ്. ഇപ്പൊ റീസെന്റ് ഓജസ് വർക്ക് എടുത്ത വണ്ടിയാണ്. അങ്ങനത്തെ ഒരു ഇവിടുത്തെ ഒരു ഫേമസ് ഡോക്ടർ ഉപയോഗിക്കുന്ന വണ്ടിയാണ്. പുള്ളി എല്ലാം അങ്ങനെ വെൽ മെയിൻറ്റൈനേ ഉള്ളൂ. അപ്പൊ പുള്ളി വണ്ടി യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് വണ്ടി കൊടുക്കാൻ വേണ്ടി പറഞ്ഞത്. ചെറിയ പെയിന്റ് ഒക്കെ ഡാമേജസ് ഉണ്ട്. അപ്പം കസ്റ്റമർ കണ്ടിട്ട് ചെയ്യാന്ന് കരുതിയിട്ടാണ്. ഫുൾ പണി കഴിച്ചു തരും. വണ്ടി പണി കഴിച്ചിട്ട് വണ്ടി വെറുതെ വെച്ചിട്ടുള്ള പ്രശ്നമാണ്. അപ്പം പെയിന്റർമാരടുത്ത് പറയാലോ, പോയി കഴിഞ്ഞാല് ഭയങ്കര കോസ്റ്റിന്റെ അല്ല, സമയം പറയാ. അപ്പൊ അതുകൊണ്ട് പിന്നെ കാണിച്ചിട്ട് എയർ സസ്പെൻഷൻ വരുന്ന വണ്ടിയാണ്. ബെഡ് ഓജസ് കസ്റ്റമൈസ്ഡ് ആണല്ലോ. ഓജസ് അറിയാലോ. ഇപ്പം നമ്മളെ ഇവിടുത്തെ ഒരു സെലിബ്രിറ്റികളെ വണ്ടികളൊക്കെ ഓജസ് ആണ് കസ്റ്റമൈസ്. ഇതും കേരളത്തിലെ അങ്ങനത്തെ സെലിബ്രിറ്റികൾ ഉപയോഗിച്ച ആളുകളുടെ പേര് പറയാനായിട്ടാണ്. കോഴിക്കോടത്തെ ഒരു നല്ലൊരു അങ്ങനത്തെ ഡോക്ടർ ഉപയോഗിക്കുന്ന വണ്ടിയാണ്. സാർ ഇങ്ങനെ കുറെ യാത്ര, കുറെ ഹോസ്പിറ്റൽ സർജറി ഒക്കെ ഉള്ളതുകൊണ്ട് യൂസ് ചെയ്ത വണ്ടിയാണ്. സാർ ഇപ്പം ഓട്ടം കുറവായതിനെ കൊണ്ടാണ് ഈ വണ്ടി ഉപയോഗിക്കണില്ല. അങ്ങനെ കൊടുക്കാന്ന്. അപ്പോൾ ഒരു കാരവൻ തപ്പി നടക്കുന്ന, അതെ, ബെഡും എല്ലാം ഉണ്ട്, വാഷ്റൂമും. നിങ്ങൾ ലോങ് യാത്ര പോകുന്ന ആൾക്കാണെങ്കിൽ ഇതേമാതിരി അതിന് പറ്റിയ വണ്ടിയാണ്. വണ്ടിയുടെ മോഡൽ ഏതാ പറഞ്ഞത്? 2012 മോഡലാണ്. 12 മോഡലാണ്. അതെ, പക്ഷേ
ഇത് 67,000 ഓടിയിട്ടുള്ളൂ. ഇതൊക്കെ അങ്ങനെ ലെസ് യൂസ് ആണല്ലോ. 60,000 ഓടിയിട്ടുള്ളൂ. എയർമാറ്റിക് സസ്പെൻഷൻ എയർ ബലൂൺ സസ്പെൻഷൻ വരിക. പിന്നെ കമ്പനി മെയിൻറ്റെയിൻ ആണ്. ഓജസ് റീസെന്റ് ഇതിന്റെ എല്ലാ വർക്കും ചെയ്തു. സാറിന് പറഞ്ഞിട്ടുണ്ട് എന്റെ ജോജസ് ചെയ്തോണ്ട് ഈ എയർ സസ്പെൻഷന്റെ പണികള് ബാക്കി അങ്ങനത്തെ എല്ലാ പണികളും അവിടെ നിന്ന്. എത്രയായാലും ചോദിക്കുന്നത് ഇത് വേറെ എക്സ്പെക്ടഡ് പറയാൻ പൈസ സാർ പറഞ്ഞാല് ഇപ്പം സാർ യൂസ് ചെയ്യാത്തോണ്ട് ഇങ്ങനെ വെച്ച് വെക്കണ്ടെന്നുണ്ടാണ് ഇപ്പൊ ഒരു 10 lakhsന് 10 ലക്ഷത്തിന്. അതെ, നിങ്ങൾക്ക് വന്നിട്ട് സംസാരിച്ചിട്ട് വേണമെങ്കിൽ ഒന്നുകൂടി കുറച്ച് കൊടുക്കാം. 10 ലക്ഷത്തിന് പാർക്ക് ആൻഡ് സെയിൽ തന്നെയാണല്ലോ അല്ലേ? 10 ലക്ഷം നെയിം ട്രാൻസ്ഫർ ചെയ്യണം. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. ബാക്കി ടയേഴ്സ് ഒക്കെ നല്ല ടയേഴ്സ് ആണ്. വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പൊ പെയിന്റിങ്ങിന്റെ വർക്കാണ് അത്. നിങ്ങൾ വന്ന് കണ്ടിട്ട് ഇന്ത്യനും ഉപയോഗിക്കാണ്ട് കുറച്ച് ദിവസം ഉപയോഗിക്കാണ്ട് വെച്ചിട്ടുള്ള ഒരു ഇതാണ്. ബാക്കി എല്ലാ വർഷവും എല്ലാം വർക്കിംഗ്. ഇപ്പം കസ്റ്റമർ ഓക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ എല്ലാം പണി തീർത്ത് ബ്രാൻഡ് ന്യൂ കണ്ടീഷൻ ആക്കി കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ. 10 ലക്ഷമാണ് ചോദ്യം. എന്തെങ്കിലും വണ്ടി അങ്ങനത്തെ വണ്ടി കിട്ടൂല. ഓക്കെ, അപ്പോൾ തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇത് മാത്രമല്ല വേറെ വണ്ടികളുണ്ടല്ലേ കയ്യിൽ? വണ്ടികളുണ്ട്, എല്ലാം കൂടി നമ്മുടെ സ്ഥല സൗകര്യം കുറവുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെന്നുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്തോളൂ. വീഡിയോയിൽ റൈറ്റ് ഓഫ് കോർണറിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാന്ന്, മാക്സിമം ഷെയർ ചെയ്യാന്ന്, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കമൻസ് എന്ത് തന്നെയാലും രേഖപ്പെടുത്തുക. വിലയെ പറ്റിയുള്ള കമൻസോ എല്ലാം തന്നെ കമൻസിലേക്ക് രേഖപ്പെടുത്തുക. അങ്ങനെയല്ല, എല്ലാം പറഞ്ഞല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് കറക്റ്റ് റിപ്ലൈ എല്ലാം തരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോ കാണാം. താങ്ക്സ്. ബൈ.